ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. يا أيها الذين آمنوا لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالقول كجهر بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. إن الذين يغضون أصواتهم عند رسول الله أولئك الذين امتحن الله قلوبهم للتقوى لهم مغفرة وأجر عظيم. إن الذين ينادونك من وراء الحجرات أكثرهم لا يعقلون ولو أنهم صبروا حتى تخرج إليهم لكان خيرا لهم والله غفور رحيم. صدق الله العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: لا يؤمن أحدكم حتى يكون هواه تبعا لما جئت به. صدق رسول الله صلى الله عليه وسلم. ബഹുമാന്യരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ പവിത്രതയുള്ള പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ ലോകത്തിൻ്റെ നേതാവായ ഹബീബ് സയ്യിദുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണഗണങ്ങൾ പറയാനും ആ നേതാവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാനും വേണ്ടി കഴിഞ്ഞ 18 വർഷങ്ങളായി എറണാകുളത്ത് നടക്കുന്ന ഹുബ്ബുർ റസൂൽ കോൺഫറൻസ് സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദിൻ്റെ പ്രഭാഷണം ഉൾപ്പെടെ ഒട്ടേറെ പരിപാടികൾ കൊണ്ട് ഇവിടെ ഇന്ന് അരങ്ങേറുകയാണ്. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരന്മാരോടും സഹോദരികളോടും സന്തോഷങ്ങൾ പങ്കുവെക്കുകയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ഉൾക്കൊണ്ട് നല്ലത് പൂർണ്ണമായി ഉൾക്കൊള്ളുക, നന്മയെ സ്നേഹിക്കുന്നവരായി നാം രൂപപ്പെടുക, അതാണ് ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മനുഷ്യൻ്റെ ജീവിതത്തിൽ
താജുലുലബയുടെ പുത്രൻ ബഹുന്തരായ ബിജി തങ്ങൾ, ഷറഫുദ്ദീൻ ജമലീൽ തങ്ങൾ തുടങ്ങിയ സാദാത്യങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ പ്രതിസന്ധികൾ കടന്നു വരിക സ്വാഭാവികമാണ്. അത്തരം സന്ദർഭങ്ങളിൽ തിന്മയിലേക്ക് ചാടി വീഴാതെ നന്മയുടെ കൂടെ നിൽക്കാൻ സാധിക്കണമെങ്കിൽ നല്ല വ്യക്തികളെ പറ്റി കേൾക്കുകയും നല്ല വ്യക്തികളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ധർമ്മമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം സാദാത്തുക്കൾ, ആലിമീങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരോടുള്ള ബഹുമാനവും ആദരവും നമുക്കെല്ലാം വർദ്ധിപ്പിച്ചു തരട്ടെ. തെറ്റുകളിൽ അകപ്പെടാതിരിക്കാനുള്ള ഒരേ ഒരു മാർഗം നല്ല ആളുകളെ സംബന്ധിച്ച് പഠിക്കുകയും അവരുടെ മാർഗം പിന്തുടരുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെ സിലബസും കരിക്കുലവും ശ്രദ്ധിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വിഭവം ഹ്യൂമൻ റിസോഴ്സാണ്. ഹ്യൂമൻ റിസോഴ്സിനേക്കാൾ വലിയ ഒന്ന് നമ്മുടെ രാജ്യത്ത് ഇല്ല. ബാക്കിയുള്ള ഭൗതികമായ എല്ലാം മനുഷ്യവിഭവത്തിൻ്റെ താഴെയാണ്. മനുഷ്യവിഭവത്തെ ഏറ്റവും നന്നാക്കി എടുക്കാൻ സാധിച്ചാൽ ഒരു രാജ്യം നന്നായി. ഒരു രാജ്യത്തെ പൗരന്മാർ ചീത്തയായാൽ ആ രാജ്യത്ത് വേറെ എന്തുണ്ടെങ്കിലും ആ നാട് പരാജയപ്പെടുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് ഭാരതത്തിൻ്റെ പഴയ രീതികൾ പരിശോധിച്ച് നോക്കിയാൽ അത് വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം നൽകി. നളന്ദയും തക്ഷശിലയുമെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുകയാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് അറിവ് പഠിക്കാൻ വേണ്ടി ഇന്ത്യയെ അവലംബിച്ചിരുന്ന ഒരു കാലം ലോകത്തുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യക്കാരായ ആളുകൾ മറ്റു നാടുകളിലേക്ക് പഠിക്കാൻ പോവുകയാണ്. എല്ലാ പഠനത്തിനും ആവശ്യമായതൊക്കെ ഉണ്ടായിരുന്ന ഈ രാജ്യത്തിൻ്റെ പഴയ പാരമ്പര്യവും പുതിയ കരിക്കുലങ്ങളുമെല്ലാം നാം വായിച്ചാൽ ബോധ്യപ്പെടും. നന്നാകാനുള്ള വഴി ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ആളുകളെ കുറിച്ച് അറിയലും അവരെ സംബന്ധിച്ച് വായിക്കലുമാണ്. അതിനാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഹിസ്റ്ററി നമ്മുടെ SSLC മുതൽ അതിന് മുകളിലേക്കുള്ള എല്ലാ വിദ്യാഭ്യാസ കരിക്കുലങ്ങളിലും ഹിസ്റ്ററി കാണാം. ചരിത്രം, സ്റ്റോറി എന്നതിൻ്റെ കൂടെ ഹിസ് കൂടുമ്പോഴാണ് അത് ഹിസ്റ്ററി ആകുന്നത്. ഹിസ്റ്റോറി എന്ന് പറഞ്ഞാൽ അവൻ്റെ കഥ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ജീവിതം ഇവിടെ വരച്ച് കാണിച്ച വ്യക്തികളുടെ കഥകൾക്കാണ് ചരിത്രം എന്ന് പറയുന്നത്. ആ ചരിത്ര പഠനത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന ആധുനിക ലോകത്തോടൊപ്പം ഇസ്ലാം നിൽക്കുന്നു. ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ഒരു ദിവസത്തെ 5 നേരത്തെ പ്രാർത്ഥന. ആ പ്രാർത്ഥനകളിലൂടെ ലഭിക്കുന്നത് മനസ്സിന് വലിയ ശക്തി ലഭിക്കുകയാണ്. ആ മനഃശക്തി ലഭിക്കുന്ന ആ പ്രാർത്ഥനയിലെ 7ാമത്തെ വാക്യം എന്താണ്? 1ാമത്തെ വാക്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 7ാമത്തെ വാക്യം 7ാമത്തെ വാക്യം 6ഉം 7ഉം വാക്യങ്ങൾ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം
സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ഞങ്ങൾക്ക് ശരിയായ മാർഗത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതാണ് നിസ്കാരം, അതാണ് പ്രാർത്ഥന. എല്ലാ മതങ്ങളിലുമുള്ള പ്രാർത്ഥനകളിൽ മനഃശക്തി ലഭിക്കാനാണ് ജനങ്ങൾ പ്രാർത്ഥനയെ ഉപയോഗപ്പെടുത്തുന്നത്. ആ പ്രാർത്ഥനയിൽ മനസ്സിന് ശക്തി കിട്ടാനുള്ള വഴി ഞങ്ങളെ നീ സത്യമായ പാതയിൽ ഉറപ്പിച്ചു നിർത്തിത്തരേണമേ എന്ന പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച മഹാന്മാരായ ആളുകളുടെ വഴിയിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തിത്തരണം. അതാണ് പ്രാർത്ഥന. അനുഗ്രഹിച്ച ആളുകൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തലമുറയിലെ ആളുകളാണ് ഇന്നത്തെ തലമുറയിലുള്ള ആളുകളെക്കാൾ വാഴ്ത്തപ്പെട്ടവരും വിശുദ്ധിയുള്ളവരും എന്നത് എല്ലാവരും സമ്മതിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. പുതിയ തലമുറയിലുള്ള വൃത്തികേടുകൾ പഴയ തലമുറകളിലില്ല. പ്രത്യേകിച്ച് പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട ഏതെല്ലാം ജനവിഭാഗങ്ങളുണ്ടോ അവരുടെ ജീവിതം സംസ്കാര സമ്പന്നമായിരുന്നു. മുൻഗാമികളായ ആളുകളെ കുറ്റം പറഞ്ഞുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലിയവർ എന്ന് വാദിക്കുന്നത് ഒരിക്കലും തന്നെ പരമ്പരാഗത മുസ്ലിം വിഭാഗത്തിൻ്റെ നിലപാടേ അല്ല. മറിച്ച് മുൻപ് കഴിഞ്ഞുപോയ ആളുകൾ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത കാലങ്ങളിലുണ്ടായിരുന്ന ആളുകളാണ് ഏറ്റവും വലിയ മാതൃകാ പുരുഷന്മാർ. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞു, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറളു അൻ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കയിൽ ജീവിക്കുന്ന കാലത്ത് ആ നേതാവിനെ അംഗീകരിക്കുകയും പിന്നീട് മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയും ആ മദീനയിൽ എത്തിയപ്പോൾ അവിടെ ഉള്ള ആളുകൾ തിരുനബിയെ സ്നേഹിച്ച് ബഹുമാനിച്ച് മുന്നോട്ട് വന്നപ്പോൾ ആ മക്കയിലുള്ളവരും മദീനക്കാരും ഒന്നിച്ച് ആ നേതാവിനെ പിന്തുണച്ചു. ആ പിന്തുണച്ച വ്യക്തികളെപ്പറ്റി ഖുർആൻ പറയുന്നു, റളിയല്ലാഹു അൻഹും വറളു അൻഹു. അവർ ഭാഗ്യമുള്ളവരാണ്, അവരേറ്റവും ഉന്നതന്മാരാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും നല്ല തലമുറ എൻ്റെ തലമുറയാണ്, എന്നോടൊപ്പമുള്ള ആളുകൾ, അതായത് സ്വഹാബിമാർ. അവരോട് തൊട്ടടുത്ത് നിൽക്കുന്നവരാണ് രണ്ടാമത് ഏറ്റവും വലിയ ഭാഗ്യമുള്ളവർ. അതിനോട് ചേർന്ന് വന്നവരാണ് മൂന്നാമത്തെ റാങ്ക് ലഭിച്ചവർ. അതിന് താഴെ നൂറ്റാണ്ടുകൾ കടന്നപ്പോൾ ആ ഓരോ നൂറ്റാണ്ടിലും ജീവിച്ച നന്മയുടെ പാതയിൽ ഉറച്ചു നിന്ന വ്യക്തികളെല്ലാം അനുഗ്രഹീതർ തന്നെ. ആ അനുഗ്രഹീതരായ ആളുകളുടെ വഴിയിൽ ഞങ്ങളെ ഉറപ്പിച്ചു നിർത്തിത്തരേണമേ എന്ന ആ പ്രാർത്ഥന ഓരോ ദിവസവും 5 സമയങ്ങളിൽ നിർവഹിക്കുമ്പോൾ കഴിഞ്ഞുപോയ തലമുറയിലെ ആളുകളുടെ ചരിത്രം പഠിക്കേണ്ടതായി വരുന്നു. അതാണ് ചരിത്ര പഠനത്തിൻ്റെ ഇൽമു താരീഖ്. ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കാൻ നമുക്ക് ധൈര്യം കുറയേണ്ട ആവശ്യമില്ല. ചരിത്രം പഠിക്കാനൊരുങ്ങുമ്പോൾ റഫറൻസിൻ്റെ ഒരു ദാരിദ്ര്യമുണ്ടെങ്കിൽ ചരിത്ര പഠനത്തിന് ആളുകൾക്ക് ധൈര്യമുണ്ടാവുകയില്ല. അവിടെ പിന്നെ ഉണ്ടാവുക ഒക്കൽട്ടേഷൻ അല്ലെങ്കിൽ അനുമാനം മാത്രമാണ്. അനുമാനങ്ങളുടെ പിന്നാലെ പോകാതെ യാഥാർത്ഥ്യങ്ങൾ തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ റഫറൻസുകൾ കൊണ്ട് സമ്പന്നമായ ഒരു വിഭാഗം എന്ന നിലയിൽ മതവിശ്വാസികൾ ഈ രാജ്യത്ത് അഭിമാനമുള്ളവരാണ്. ആ റഫറൻസുകൾ നാം എടുത്തു വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ഇവിടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വം. അത് എറണാകുളം പട്ടണം എന്ന് പറയുമ്പോൾ കേരളത്തിൽ തന്നെ വിദ്യാഭ്യാസപരമായി ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകളാണ്. ഹൈക്കോടതി മുതൽക്ക്
എല്ലാ ഉയർന്ന സ്ഥാപനങ്ങളും എല്ലാ വിദ്യാഭ്യാസ രംഗത്ത് വളരെ മുന്നിലെത്തിയ ആളുകളുമുള്ള ഈ സ്റ്റേഡിയത്തിൽ സന്നിഹിതരായവരും പുറമെ കേൾക്കുന്നവരുമായ എല്ലാ വിഭാഗം ആളുകളോടും ഹുബ്ബുർ റസൂൽ കോൺഫറൻസിന് പറയാനുള്ളത്, നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തുക. ആരാണോ സത്യം ഉൾക്കൊള്ളുന്നത്, അൽഹംദുലില്ലാ, സത്യത്തെ പൂർണ്ണമായോ ഭാഗികമായോ ഉൾക്കൊണ്ടാൽ അവിടെയും സന്തോഷം തന്നെ. അതേ സമയത്ത് സത്യത്തെ വെറുക്കുകയും ആ സത്യത്തെ എതിർക്കുകയും ചെയ്യുന്ന രീതി ഒരു ആൾക്കും ഉചിതമായ രൂപമല്ല. കാരണം മനുഷ്യൻ്റെ വളർച്ചയും അവൻ്റെ പുരോഗതിയുമാണ് ഇവിടെ നാം ഉദ്ദേശിക്കുന്നത്. മതങ്ങൾ ഉദ്ദേശിക്കുന്നത് രാജ്യത്തിൻ്റെ പുരോഗതിയാണ്, ജനങ്ങളുടെ പുരോഗതിയാണ്. മനുഷ്യ വിഭവങ്ങളെ കൾച്ചർ ചെയ്യലാണ് മതങ്ങളുടെ ലക്ഷ്യം. പ്രവാചകന്മാരും അതിനു വേണ്ടി വന്നിട്ടുള്ളവരാണ്. ഒരു പ്രവാചകനെ മാത്രം ഉയർത്തിപ്പിടിക്കുകയും ബാക്കി പ്രവാചകന്മാരെ അവഗണിക്കുകയും ചെയ്യുന്ന സിസ്റ്റം ഖുർആനിന് ഇല്ല. മറിച്ച് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലു സമീനാ വഅതഅനാ ഗുഫ്രാനക റബ്ബനാ വഇലൈക്കൽ മസീർ. എല്ലാം മഗ്രിബിൻ്റെയും ഇശാഇൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ ഇശാഇന് ശേഷം എല്ലാ രാത്രിയിലും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ ഭാഗമായ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു എന്ന ഭാഗവും സൂറത്തുൽ ബഖറയുടെ ഏതാണ്ട് മധ്യത്തിലുള്ള അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം എന്ന ഭാഗവും അൽ ബഖറയുടെ അവസാന ഭാഗത്തിലുള്ള ആമനർ റസൂൽ എന്ന ഭാഗവും. ആ മൂന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് കാണാം വിശ്വാസികളുടെ സ്വഭാവം. അവർ പഴയ കാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാരെ മുഴുവനും റെസ്പെക്റ്റ് ചെയ്യുന്നു. ഉദാഹരണം, ഞാൻ ഈ സദസ്സിൽ വെച്ച് കഴിഞ്ഞകാല സമൂഹത്തിലെ പ്രവാചകന്മാരുടെ പേര് പറഞ്ഞാൽ എല്ലാവരും അവർ സിന്ദാബാദ് വിളിക്കുന്നത് കേൾക്കാം. ഇതാദ്യം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ഒത്തുപറയുകയല്ല. ജൂതന്മാർ എന്ന് പറയുന്നൊരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്. ക്രൈസ്തവർ എന്നൊരു വിഭാഗം ഈ രാജ്യത്തുണ്ട്. ജൂതന്മാർ അവരുടെ പ്രവാചകനായി എപ്പോഴും പറയുന്ന വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ. ഈ അലൈഹിസ്സലാം എന്ന ഈ പദം ഇപ്പോൾ സദസ്സിൽ നിന്ന് വരാനുള്ള കാരണം, മൂസാ നബി അലൈഹിസ്സലാം ഇവിടെ വന്ന കാലത്ത് അദ്ദേഹം ഉൾക്കൊണ്ട ആശയം ഏതാണ്? തൗഹീദാണ്. അള്ളാഹുവിൻ്റെ ദിവ്യ സന്ദേശമാണ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. മെസൊപ്പൊട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ പരതി നോക്കുമ്പോൾ, ഈജിപ്ത് സംസ്കാരത്തിൻ്റെ ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയെല്ലാം നമുക്ക് പ്രവാചകന്മാരെ കാണാൻ കഴിയുന്നുണ്ട്. ആ ഈജിപ്ത് കൾച്ചറുമായി ബന്ധപ്പെട്ട നബിയാണ് മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബിയെ പിൻപറ്റിയ ആളുകൾ പിന്നീട് വഴി തെറ്റി എന്നതിൻ്റെ പേരിൽ മാത്രമാണ് നാം അവരോട് പല വിഷയങ്ങളിലും യോജിക്കാത്തത്. അതേ സമയത്ത് അവരുടെ പ്രവാചകനായി നിലകൊള്ളുന്ന മൂസാ നബി അലൈഹിസ്സലാമിനോട് വിശ്വാസികൾക്ക് യാതൊരു വെറുപ്പുമില്ല. ക്രൈസ്തവർ അവരുടെ നേതാവായി പറയുന്ന ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസ, ആ ഈസാ നബി അലൈഹിസ്സലാമിനോട് ഒരു വെറുപ്പും ഇല്ല. അങ്ങനെ എല്ലാ പ്രവാചകന്മാരോടും വളരെ ബഹുമാനമുള്ളവരായി നിലകൊള്ളുന്ന ഒരു സംസ്കാരമാണ് ഈ രാജ്യത്തുണ്ടാവേണ്ടത്. അക്കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി AD 571 അറേബ്യയിലെ മക്കയിൽ പിറന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന പ്രവാചകനെ നാം ഇവിടെ പ്രത്യേകമായി പറയാനുള്ള കാരണം, ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള സർവ ചലനങ്ങളും അവരുടെ കുടുംബ ജീവിതവും അവരുടെ ജോലി സംബന്ധമായ നീക്കങ്ങളും അവരുടെ മക്കൾ അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങൾ ഒരു വ്യക്തിക്കുണ്ടോ അത് മുഴുവനും ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ വ്യക്തി എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസികൾ ആദരിക്കുകയാണ്. ആ ആദരവ് കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നഷ്ടമോ പരാജയമോ ഇല്ല.
മറിച്ച് അച്ചടക്കമുള്ള ഒരു തലമുറ ഈ രാജ്യത്ത് വളർന്നു വരുമ്പോൾ അത് രാജ്യത്തിന് അത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ കൊണ്ട് ആർക്കും എവിടെയും ഒരു നഷ്ടവും ഉണ്ടാവുകയില്ല. മറിച്ച് ആ സംസ്കാരങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മറ്റ് തലമുറകളിലേക്ക് വ്യാപിക്കുകയും അതിൻ്റെ നന്മകൾ ലോകത്ത് മുഴുവനും എത്തുകയും ചെയ്യുമ്പോൾ അത് രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തെ സംബന്ധിച്ച് നാം പറയുമ്പോൾ ഒരു മക്ക എന്ന് പറയുന്ന പട്ടണത്തിലാണ് തിരുനബിയുടെ ജനനം. ആ ജനിച്ചത് എപ്പോഴാണ്, ഏത് സമയത്താണ്, ഏതു ദിവസത്തിലാണ്, ഏതു മാസത്തിലാണ്, ഏതു വർഷത്തിലാണ്, അത് കംപ്ലീറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇബ്നു ഇസ്ഹാഖിൻ്റെ സീറ നോക്കൂ. ചരിത്രത്തിൻ്റെ പുസ്തകമായി ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ആദ്യത്തെ ചരിത്ര പുസ്തകമാണ് സീറത്ത് ഇബ്നു ഇസ്ഹാഖ്. അദ്ദേഹത്തിൻ്റെ ഉദ്ധരണികളാണ് മങ്കൂസ് മൗലിദിൽ ഉള്ളത്. ഖാല ഇബ്നു ഇസ്ഹാഖ എന്ന് തുടങ്ങി ഒരു വലിയ ചരിത്ര പണ്ഡിതൻ്റെ ഉദ്ധരണികളാണ് മൗലിദ് കിതാബിലുള്ളത്. അതിലുള്ളത് കെട്ടുകഥകളല്ല, അതിലുള്ളത് അന്ധവിശ്വാസങ്ങളല്ല. ഇബ്നു ഇസ്ഹാഖ് എന്ന് പറഞ്ഞത് ആരാണ്? അനസ് ഇബ്നു മാലിക്കിൻ്റെ ശിഷ്യനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യനായ അനസ് ഇബ്നു മാലിക്. ആ അനസ് ഇബ്നു മാലിക്കിൻ്റെ ശിഷ്യനായ ഇബ്നു ഇസ്ഹാഖ് അവരാണ് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. മുത്തുനബിയുടെ ജനനം എപ്പോഴാണ് ജനിച്ചത്, ജനിച്ച ദിവസം ഏതാണ്? അതൊരു തിങ്കളാഴ്ചയായിരുന്നു, സുബഹയോട് അടുത്ത സമയത്തായിരുന്നു. അവരുടെ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണ്, ഉമ്മയുടെ പേർ ആമിന എന്നാണ്. ഈ ഒരു യാഥാർത്ഥ്യമാണ് ഒരു മുസ്ലിമായ മനുഷ്യൻ ആദ്യമായി തൻ്റെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഔവലു വാജിബിൻ അലൽ ആബാഇ തഅലീമുഹും അസ്സബിയ്യ അന്ന നബിയ്യനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുലിദ ബിമക്കത്ത വബുഇസ ബിഹാ വമാത ബിൽ മദീനതി വദുഫിന ബിഹാ. മാതാപിതാക്കൾ മക്കൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഭൂജാതരായി. ആ നേതാവിന് പ്രവാചകത്വം ലഭിച്ചത് മക്കയിൽ ആയിരുന്നു. ആ ജനിച്ച സ്ഥലം ഇന്നും മാർക്കബിളാണ്, മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നു ആ ജനിച്ച സ്ഥലം എവിടെയാണ് എന്ന്. അത് ഐതിഹ്യമല്ല, ആരോ പറഞ്ഞുണ്ടാക്കിയ അനുമാനങ്ങളല്ല. ഒരു വ്യക്തിയെ ബഹുമാനിക്കണമെങ്കിൽ ചരിത്രപരമായി തെളിയിക്കപ്പെടേണ്ടതൊന്നുമില്ല. ചരിത്രപരമായി തെളിയിക്കപ്പെട്ടാലും പെട്ടില്ലെങ്കിലും വ്യക്തികളെ ബഹുമാനിക്കണം. ഒരു വ്യക്തിയെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഒരു രാജ്യത്തിന്, ഒരു പ്രദേശത്തിന്, ഒരു ജനതയ്ക്ക് നന്മയുണ്ടെങ്കിൽ നമ്മൾ അവരെ ആദരിക്കണം. അത് ഖുർആൻ തന്നെ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും മറ്റു മതക്കാർ ബഹുമാനിക്കുന്ന യാതൊന്നിനെയും നിങ്ങൾ കുറ്റം പറയാൻ പാടില്ല. കാരണം അതൊരു സംസ്കാരത്തോടുള്ള, ഒരു ജനവിഭാഗത്തിൻ്റെ സംസ്കാരത്തോടുള്ള അനാദരവ് വിശ്വാസികളിലുണ്ടാകരുത്. അതേ സമയത്ത് ചരിത്രപരമായി അത് തെളിയിക്കപ്പെടുകയും കൂടി ചെയ്താലോ ബുദ്ധിയുള്ള ആളുകളുടെ മുൻപിൽ വളരെ അന്തസ്സോടെ സങ്കോചമില്ലാതെ നമുക്കത് പറയാൻ കഴിയും. ആ ഒരു അഭിമാനമാണ് ഇസ്ലാമിക സമൂഹത്തിനുള്ളത് എന്ന് ഈ സമയത്ത് വളരെ സന്തോഷത്തോടെ പറയുകയും അത് ഉൾക്കൊണ്ട് സത്യത്തോട് അങ്ങേയറ്റത്തെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലുണ്ടാവണം. ആ തിരുനബിയുടെ ജനനം മക്കയിലാണ് എങ്കിൽ മരണം മദീനയിലാണ്. ജനിച്ച നാട്ടിൽ അല്ല, മറ്റൊരു സ്ഥലത്ത് മരിക്കുന്നതിനാണ് കൂടുതൽ പുണ്യം എന്ന് പ്രവാചകന്റെ വചനങ്ങൾ കാണാം. ആ വചനങ്ങളെ അന്വർത്ഥമാക്കിക്കൊണ്ടുള്ള ഒരു മരണമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. ജനിച്ച നാട്ടിൽ തന്നെ ക്യാമ്പ് ചെയ്യുക എന്നതല്ല ജീവിതം. ജീവിതമെന്ന് പറഞ്ഞാൽ പരുക്കൻ ജീവിതത്തിൽ മനുഷ്യൻ സത്യത്തിൻ്റെ തീർത്ഥയാത്രകൾ നടത്തിക്കൊണ്ടിരിക്കണം. ജനിച്ച നാട് വിടേണ്ട സമയത്ത് വിടണം. മറ്റൊരു സ്ഥലത്തെത്തിയാൽ അവിടെ ക്യാമ്പുകൾ ആരംഭിക്കണം. ആ ക്യാമ്പുകളിലൂടെ പരമാവധി ആളുകളെ നന്മയിലേക്ക് നയിക്കണം. ഈ ഒരു ഉദ്ദേശ്യത്തോടുകൂടി മക്കയിൽ നിന്ന് 400 മൈൽസ് ദൂരമുള്ള മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. പോകുന്ന സമയത്ത് അങ്ങേയറ്റത്തെ ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ചുകൊണ്ടായിരുന്നു ആ കാലത്തെ യാത്ര.
ഒരു ഒട്ടകം ഓരോ വ്യക്തിക്കില്ല. ഒരൊട്ടകപ്പുറത്ത് 1, 2, 3 ആളുകൾ ആ കൊടും വെയിലത്ത് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് മദീനയിലെത്തിയപ്പോൾ മദീനയിലെ ജനങ്ങൾ എന്താണ് ചെയ്തത്? ആ നേതാവ് അവിടെ എത്തിയപ്പോൾ മദീനയിലെ ജനങ്ങൾ ആ നേതാവിനെ സ്വീകരിക്കുകയാണ്. സ്വീകരിക്കുമ്പോൾ അവർ പറഞ്ഞ വരികളാണ് ഈ ഹുബ്ബുർ റസൂലിൻ്റെ വേദികളിൽ ഇന്ന് മുഴങ്ങുന്നത്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഅ് വജബ ശുക്റു അലൈനാ മാ ദആ ലില്ലാഹി ദാഅ് അശ്റഖൽ ബദ്റു അലൈനാ. പരിശുദ്ധമായ മൗലിദിൻ്റെ കിതാബുകളിൽ കാണുന്ന ആ വരികൾ അന്ന് മദീനയിലെ ജനങ്ങൾ ഉരുവിട്ട വരികളാണ്. ഇതൊന്നും ഖുറാഫാത്ത് അല്ല, കെട്ടിയുണ്ടാക്കിയതല്ല. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മദീനയിലെത്തിയപ്പോൾ മദീനയിലെ ആബാലവൃദ്ധം ജനങ്ങൾ ആ നേതാവിനെ ബഹുമാനിക്കുകയാണ്. ബഹുമാനം പാട്ടുപാടിക്കൊണ്ടായിരുന്നു. ബഹുമാനം ഗദ്യരൂപത്തിലുമാകാം, പദ്യരൂപത്തിലുമാകാം, പ്രവർത്തനത്തിലൂടെയുമാകാം, പിന്തുടർന്നുകൊണ്ടും ആവാം. അങ്ങനെ മദീനയിലെ ജനങ്ങൾ ആ നേതാവിനെ അംഗീകരിച്ചു, ബഹുമാനിച്ചു. അവിടെ തന്നെ ആ പ്രവാചകൻ അവരോടൊപ്പം ജീവിച്ചു. അവസാനം മരിക്കുന്നത് ആ മണ്ണിൽ മദീനയിലാണ്. മക്ക എന്നൊരു നഗരം നേരത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്ഥാപിച്ചുവെങ്കിൽ മദീന എന്നൊരു നഗരം സ്ഥാപിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്ന് പറഞ്ഞാൽ ഒരാളൊരു നഗരമുണ്ടാക്കിയത് മാത്രം പോരാ. ഈ രാജ്യം വികസിക്കണമെങ്കിൽ നാഗരികതകൾ വളരണം. മക്ക എന്ന നഗരം ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ട നഗരമാണ്. ആ നഗരത്തെ നാം ആദരിക്കുകയും അവിടെ ഹജ്ജിന് പോവുകയും അല്ലെങ്കിൽ ഉംറയ്ക്ക് അവിടെ എത്തുകയും ചെയ്തുകൊണ്ട് മക്കയോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ തന്നെ മദീനയെ ഒരു നഗരമാക്കി രൂപപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ബഹുമാനിച്ചുകൊണ്ട് ആ മുത്തുനബിയുടെ ഖബറും വരുന്നത് മദീനയിലാണ്. ഖബർ എന്ന് പറയുമ്പോൾ മനുഷ്യൻ മരണത്തോടുകൂടി അവൻ്റെ എല്ലാം അവസാനിച്ചു എന്ന സങ്കല്പമല്ല ഇസ്ലാമിലുള്ളത്. മറിച്ച് ഇമാം ബുഖാരിയുടെ ഹദീസിൽ തന്നെ കാണാം, മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിർ റിയാദിൽ ജന്ന. ഇമാം ബുഖാരിയുടെ ഹദീസാണ്, മാ ബൈന ഖബരി, ഞാൻ അന്തി ഉറങ്ങാൻ പോകുന്ന ഖബർ. കാരണം ഈ വചനം പറയുമ്പോൾ നബി ഖബറിൽ എത്തിയിട്ടില്ലല്ലോ, ജീവിതകാലത്താണ്. മാ ബൈന ഖബരി, ഞാൻ മരണപ്പെട്ടതിന് ശേഷം ഞാൻ എത്താൻ പോകുന്ന ഖബർ, ആ ഖബറിൻ്റെയും വമിംബരി, എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗതുല്യമാണ്. കാരണം ഞാൻ നിങ്ങളുടെ മുൻപിൽ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ വിജയത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ്. മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്ന യാതൊന്നും അവിടുന്ന് പറഞ്ഞിട്ടില്ല. ആ തിരുനബിയെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വിശ്വവിജ്ഞാനകോശം, സർവവിജ്ഞാനകോശം, എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ലൈബ്രറികളിൽ ലഭിക്കും. എത്ര കാലം കഴിയുന്തോറും ആ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയകളിൽ പുതിയ പുതിയ കൂട്ടിച്ചേർക്കലുകൾ നടത്തുമ്പോഴും തിരുനബിയെ പറ്റിയുള്ള വരികൾക്ക് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. യൂറോപ്പും അമേരിക്കയും എല്ലാം തന്നെ ആ നബിയെ ഇന്നും ബഹുമാനിക്കുകയാണ്. എവിടെയെങ്കിലും ഈ ഉമ്മത്തിന് വല്ല ബഹുമാനക്കുറവും സംഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ സമൂഹത്തിലുള്ള ആളുകളാണ്. ഒരിക്കലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും അല്ല. അൽ ഇസ്ലാമു യഅല, ഇസ്ലാം അത് വളരുകയാണ്. വലാ യുഅല, ഇസ്ലാം പിന്നിലാവുകയില്ല. പക്ഷെ മുസ്ലിംകൾ ചിലപ്പോൾ പിന്നിലാകും. അതുകൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി നന്മയോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. ചരിത്രത്തോടൊപ്പം നിൽക്കാൻ നമുക്ക് കഴിയണം. ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളെപ്പറ്റി പഠിക്കണം. അവരിൽ നിന്ന് പിൻതലമുറക്ക് ഉൾക്കൊള്ളാവുന്ന ഏതെല്ലാം മൂല്യങ്ങളുണ്ടോ ആ വാല്യൂസ് പൂർണ്ണമായി നാം ഉൾക്കൊള്ളണം. അത് നിലനിർത്തുമ്പോൾ മാത്രമേ നമ്മുടെ രാജ്യം വളരുകയുള്ളൂ. മറിച്ച് സ്വാർത്ഥതയുടെ പേരിൽ ഓരോരുത്തരും തോന്നിയത് വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ പിന്നാലെ ചേർന്ന് മനുഷ്യൻ മുന്നോട്ട് നീങ്ങിയാൽ അവസാനം എത്തുക അധപ്പതനത്തിലേക്കാണ്. യുക്തിവാദികളുടെ നിലപാടുകൾ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുന്ന പുതിയ ചിന്താഗതിക്കാരുടെ സ്വഭാവവും അതാണ്. അവർ ഇകഴ്ത്തുകയാണ് ചെയ്യുക, നാം പുകഴ്ത്തുകയാണ് ചെയ്യുക. ആ പുകഴ്ത്തൽ തിരുനബിയെ സംബന്ധിച്ച് മാത്രം പോരാ,
അള്ളാഹുവിനെ പുകഴ്ത്തണം. സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി, അള്ളാഹുവിനുള്ള പുകഴ്ത്തലാണ്. സുബ്ഹാന റബ്ബിയൽ അളീമി വബിഹംദിഹി, അള്ളാഹുവിനുള്ള പുകഴ്ത്തലാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, അത് മുഹമ്മദ് നബിയെ പുകഴ്ത്തലാണ്. കമാ സല്ലൈത അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ പുകഴ്ത്തലാണ്. ഈസാ അലൈഹിസ്സലാം, അത് ഈസാ നബിയെ പുകഴ്ത്തലാണ്. മൂസ അലൈഹിസ്സലാം, മൂസാ നബിയെ പുകഴ്ത്തലാണ്. അതുപോലെ ഔലിയാക്കളെ സംബന്ധിച്ച് റളിയല്ലാഹു എന്ന് പറയും, അത് അവരെ പുകഴ്ത്തലാണ്. സാധാരണ വിശ്വാസികളായ ആളുകളെ പറ്റി പറയുമ്പോൾ അവർക്കൊക്കെ നന്മ വരട്ടെ എന്ന് പറയാറുണ്ട്, അതും പുകഴ്ത്തലാണ്. ചുരുക്കത്തിൽ നല്ല ആളുകളുടെ നാവിൽ നിന്ന് വരുന്നത് പുകഴ്ത്തലിൻ്റെ ശബ്ദങ്ങൾ മാത്രമാണ്. ഒരിക്കലും തന്നെ ശാപത്തിൻ്റെ വാക്കുകൾ വായിൽ നിന്ന് വരാൻ പാടില്ല. മൗലിദിൻ്റെ ഇതിവൃത്തം അതാണ്. ഹുബ്ബുർ റസൂൽ സമ്മേളനത്തിൻ്റെ ആശയവും അതാണ്. നന്മയെ പുകഴ്ത്തുക, നന്മ ചെയ്യുന്നവരെയും പുകഴ്ത്തുക. ആ നന്മ ചെയ്യുന്നവരിൽ ഏറ്റവും മുൻപിലുള്ള ഒരു ലീഡർ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ മഹബത്തുണ്ടാവുകയും ജീവിതം പൂർണ്ണമായി ആ നേതാവ് പറഞ്ഞ രൂപത്തിൽ ക്രമപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ എടുത്തുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ നമുക്കൊക്കെ സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ മുത്ത് നബിയോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ചു തരട്ടെ. ഈ ഹുബ്ബുർ റസൂൽ കോൺഫറൻസിനെ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രൂപത്തിൽ അള്ളാഹു ഇതെല്ലാം നല്ല റാഹത്താക്കി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.